അമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ ഞാൻ മത്തായിയുടെ സുവിശേഷം ഗിരിപ്രഭാഷണങ്ങളെടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പം ഹല്ലേലൂയ അവിടെ തുടങ്ങിയിട്ടാണ് യേശു കർത്താവ് ശരിക്കും സംസാരിച്ചു തുടങ്ങും ശരിയായ രീതി പുരുഷാരത്തോടും ഒക്കെ ആയിട്ട്. അപ്പൊ അത് വായിച്ചപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് രണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ ചില വാക്യങ്ങൾ ഇങ്ങനെ ഒന്ന് വരച്ചു വെച്ചു. ആ വാക്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് പോകാം. ഹല്ലേലൂയ. ഒന്നും രണ്ടും വാക്യം ഒന്ന് വായിക്കാം സിസ്റ്ററെ. 5-ാം അധ്യായത്തിന്റെ മത്തായിയുടെ സുവിശേഷം. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മുഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു. അതെ, അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. ഹല്ലേലൂയ. പുരുഷാരം എപ്പോഴും താഴ്വരയാണ്. ദേശ കർത്താവ് മലയുടെ മുകളിലേക്ക് കയറി. ഹല്ലേലൂയ. അവൻ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് എവിടെയാണോ കയറിയിരുന്നത് അവിടേക്ക് ശിഷ്യന്മാർ കയറി ചെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. കയറി ചെന്നാലേ അടുക്ക ഇരുന്ന ശേഷം അടുക്ക ചെല്ലാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ പുരുഷാരം എപ്പോഴും താഴെ നിൽക്കണം. പക്ഷേ യേശു കർത്താവിന്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ യേശു കർത്താവ് കയറി ഇരുന്ന സ്ഥലത്തേക്ക് മലയുടെ മുകളിലേക്ക് കയറി അടുക്കൽ ചെന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ശിഷ്യന്മാരാകുന്നെങ്കിൽ ചില നേരങ്ങളിൽ നമ്മൾ യേശു കർത്താവ് എവിടെ ഇരിക്കുന്നു അവിടേക്ക് കയറി ചെല്ലേണ്ട ആവശ്യകതയുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് വാഗ്ദത്തത്തിന് പ്രത്യാശ ക്രിസ്തു നമ്മൾ ഇരിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും യേശു കർത്താവിന്റെ ഒരു ഇരിപ്പിടമുണ്ട്. എവിടെയായിരിക്കുന്നു യേശു കർത്താവ്? സ്വർഗത്തിൽ പിതാവിന്റെ വലതു ഭാഗത്ത് യേശു കർത്താവ് ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ചില സമയങ്ങളിലൊക്കെ ശിഷ്യന്മാരാണെങ്കിൽ നമ്മൾ അവിടേക്ക് എവിടെയാണോ കർത്താവ് ഇരിക്കുന്നത് ആ സ്ഥലത്തേക്ക് കയറി ചെല്ലണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു കേട്ടോ. കാരണം വെച്ചാൽ അതെങ്ങനെ സ്വീകരിച്ചാൽ നമ്മൾ പ്രാർത്ഥനയാലാണ് അങ്ങനെ കയറി ചെല്ലാൻ പറ്റുന്നത്. ഹല്ലേലൂയ. പിന്നെ യേശു കർത്താവിന്റെ ഈ 5, 6, 7 അധ്യായം കഴിഞ്ഞ് 8-ാം അധ്യായത്തിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഹല്ലേലൂയ. 1-ാം വാക്യം വായിച്ച് 8-ന്റെ 1. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു മലയിൽ ഇരുന്ന സമയത്ത്, മലയിൽ കയറിയ സമയത്തൊന്നും പുരുഷാരം അങ്ങോട്ട് കയറി ചെന്നില്ല. അറിയാം. പക്ഷെ മലയിൽ നിന്ന് കർത്താവ് ഇറങ്ങി താഴേക്ക് വന്നപ്പം പുരുഷാരം അവനെ പിന്തുടർന്നു. പക്ഷേങ്കില് നമ്മൾ വായിച്ചത് ശിഷ്യന്മാർ കയറി ചെന്നു, പക്ഷെ പുരുഷാരം താഴെ കാത്തത്. അപ്പൊ പുരുഷാരത്തിന് ഒരിക്കലും താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും യേശുക്കത്ത് ഇരിക്കുന്നിടത്തെ കയറി ചെന്ന് കാര്യം സാധിക്കില്ല. അവർ യേശുക്കത്ത് ഇറങ്ങി വരുന്നത് നോക്കി നിന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ അടുത്ത് എന്ന് അവരെ പിന്തുടർന്നു എന്ന് കാണുന്നുണ്ട്. 23-ാം വാക്യം പറയുന്നത്, അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. ഹല്ലേലൂയ. അപ്പൊ യേശുക്കത്ത് എവിടെ കയറി? പിന്നീട് വന്നിട്ട് പടകിൽ കയറി. ആദ്യം മലമേൽ കയറി, പിന്നീട് പടകിൽ കയറിയപ്പോൾ എന്താ? ശിഷ്യന്മാർ കൂടെ ചെന്നു. ഹല്ലേലൂയ. അപ്പം കർത്താവ് എങ്ങോട്ട് പോയാലും ഞങ്ങൾ വിടത്തില്ല എന്ന് പറഞ്ഞ് തന്നെ ശിഷ്യന്മാർ പിന്നാലെ പോയിക്കൊണ്ട്, അപ്പൊ കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുന്നതാണ് നമ്മളെ ശിഷ്യന്മാരെ കാണുന്നത്. കർത്താവ് മലമേൽ കയറിയപ്പോൾ അവിടേക്ക് ചെന്നു, പടകിൽ കയറിയപ്പോൾ അവിടേക്ക്. അപ്പൊ കർത്താവിനോട് കൂടി ചേർന്ന് ശിഷ്യന്മാരാണെങ്കിൽ കർത്താവിനോട് കൂടെ ചേർന്ന് കർത്താവ് പടകിൽ കയറിയാൽ നമ്മൾ പടകിൽ കയറണം. ഹല്ലേലൂയ. കർത്താവ് എവിടെ പോയാലും നമ്മൾ അവിടേക്ക് എത്തണമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. ഒരു മിനിറ്റ്. അവിടെ കാരണം പടകിൽ കയറി അവിടെ. ആമേൻ. അടുത്ത് നമ്മള് 9-ാം അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാല് ഞാൻ രാത്രി അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്നു, സ്വന്തം പട്ടണത്തിലെത്തി. അവിടെ അതല്ല സിസ്റ്റർ, അതല്ല. 10-1.
അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. ആമേൻ. യേശു കർത്താവ് മലമേൽ കയറിയപ്പോ അവിടെ കയറി, പടയമേൽ കയറി അവിടേക്ക് വെച്ചാൽ കർത്താവിനോട് കർത്താവ് എവിടെയാണ് അവിടേക്ക് കൂടെ ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് യേശു ക്രിസ്തു അവരെ അടുക്കലേക്ക് വിളിച്ചു. ഹല്ലേലൂയ. അടുക്കലേക്ക് വിളിച്ചിട്ട് ഈ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകലവിധ ദീനവും വ്യാധി പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അപ്പം അങ്ങനെ കർത്താവിനോട് ചേർന്ന് കർത്താവ് പോകുന്നിടത്ത് കർത്താവിന്റെ അടുക്കിലേക്ക് കയറി ചെല്ലുന്നവർക്ക് കർത്താവ് ചില അധികാരങ്ങളൊക്കെ കൊടുക്കും. ഹാലയില് അങ്ങനെ അവരെ വിളിച്ച് അധികാരം കൊടുത്തു. എന്താ അധികാരം? യേശു കർത്താവ് എന്താണോ യേശു കർത്താവിന് ദൈവം കൊടുത്ത ആ അധികാരം തന്നെ കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അപ്പൊ കർത്താവ് ചെയ്യേണ്ട ഹാലയില് ശുശ്രൂഷ. അപ്പൊ കർത്താവിന് പിന്നാലെ പുരുഷാരമൊക്കെ വന്നത് കുഷ്ഠരോഗികൾ സൗഖ്യമാക്കുന്നു, രോഗികൾ അല്ലാതെ രോഗികളെ സൗഖ്യം, അങ്ങനെ പലരും ആ അധികാരം ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്പൊ നമ്മൾ ശിഷ്യന്മാരാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരം നമുക്ക് തരും, അത് ഉപയോഗിക്കാനുള്ള. അതിന്റെ 5-ാം വാക്യം പറയുന്നു, ഈ 12 പേരെ യേശു അയക്കുമ്പോൾ അവർ ആജ്ഞാപിച്ചത് എന്തെന്നാൽ അപ്പം അവിടെ ഈ അധികാരം മാത്രം കൊടുക്കല്ല, ചില ആജ്ഞകളും കൂടെ ദൈവം കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് പല ആൾക്കാരും അധികാരമൊക്കെ ഉണ്ട്, പക്ഷെ ദൈവം കൊടുത്ത ആജ്ഞകളൊന്നും പാലിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം അധികാരം കൊടുത്ത അതിന്റെ കൂടെ ചില ആജ്ഞകൾ കൂടെ കൊടുക്കും. ഹല്ലേലൂയ. അത് നമുക്ക് പാലിക്കാനുള്ളത്. കർത്താവ് യേശുക്രിസ്തു എന്ത് പറയുന്നു അതനുസരിച്ച്. ഹല്ലേലൂയ. ആമേൻ. 11-1 വായിക്കൂ സിസ്റ്ററെ. യേശു തന്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചതിനു ശേഷം അതാത് പട്ടണങ്ങൾ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും ഓരോന്ന് പുറപ്പെട്ടുപോയി. ആമേൻ. അടുത്ത തന്റെ 12 ശിഷ്യന്മാർ കൽപ്പിച്ചു തീർന്ന ശേഷം അപ്പൊ അധികാരം കൊടുക്കുന്നു, ആജ്ഞ കൊടുക്കുന്നു, അടുത്ത ചില കൽപ്പനകളും കൂടെ കൊടുക്കും. ഹല്ലേലൂയ. അപ്പൊ ശിഷ്യന്മാർക്ക് കൽപ്പനകളുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ? കാണാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രമാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ. നമുക്കൊക്കെ ദൈവം അധികാരം തന്നു, ആജ്ഞ തന്നു, പക്ഷെ ചില കൽപ്പനകളും തന്നിട്ടുണ്ട്. കൽപ്പന എന്ന് വെച്ച ഓപ്ഷൻ അല്ല, അത് മസ്റ്റായിട്ടും പ്രമാണിക്കേണ്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ അത് നമ്മൾ കർത്താവ് യേശുക്രിസ്തു ഗിരിപ്രഭാഷണം 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് അവിടെ പുരുഷാരത്തോട് ഉപദേശിക്കുന്നതിനകത്ത് തന്നെ ഹല്ലേലൂയ പലവിധ ഉപദേശങ്ങളുണ്ട് പ്രമാണിക്കാനായിട്ടുള്ളത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാരായി കഴിഞ്ഞ ഒരുപാട് കൽപ്പന. അപ്പൊ ഈ കൽപ്പനകളൊക്കെ തന്നിട്ട് ആ കൽപ്പനകൾ ഏതെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നതെന്നല്ല. കൽപ്പന എന്ന് പറഞ്ഞാൽ പ്രമാണിക്കാനുള്ളതാണ്. അപ്പൊ അത് ശിഷ്യന്മാർക്കാണ് കൊടുത്തേക്ക് നമ്മൾ മനസ്സിലാക്കും. ശിഷ്യന്മാരിലൂടെ വേണം മറ്റുള്ളവരിലേക്ക് എത്താൻ. അത് അപ്പൊ ശിഷ്യന്മാരിലെ മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ ശിഷ്യന്മാർ അത് പ്രമാണിക്കണം ആദ്യം, എന്നിട്ട് വേണം മറ്റുള്ള. അപ്പൊ പുരുഷാരത്തിനോട് ദൈവം കൽപ്പനയൊന്നും കൊടുത്തില്ല, അവരെ ആജ്ഞയൊന്നും കൊടുത്തില്ല. അവരൊക്കെ ഹാലേലിയ പൊതുവായിട്ടുള്ള പ്രസംഗങ്ങൾ, ഹാലേലിയ ചില കാര്യങ്ങൾ. അപ്പൊ എന്നിട്ട് അവരോടെല്ലാം പറഞ്ഞ് കേൾക്കാൻ ചെവിയുള്ളം കേൾക്കട്ടെ എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ പറഞ്ഞ് കേൾക്കാൻ ചെവിയുള്ളം കേൾക്കട്ടെ എന്നല്ല, ഇവിടെ അവർക്ക് കൊടുത്തത് അവര് മസ്റ്റായിട്ട് അപ്പൊ നമ്മൾ ശിഷ്യന്മാരാണ്, അത് മറന്നു പോലെ. കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. ആ ശിഷ്യന്മാർക്ക് ദൈവം തന്നിട്ടുള്ള അധികാരങ്ങളുണ്ട്, അതുപോലെ ആജ്ഞകളുണ്ട്, അതുപോലെ തന്നെ കൽപ്പനകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ നമുക്ക് പാലിക്കാനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ദേശ കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാനുള്ളതാണ്. ഹാലേലൂയ. ആ 12-ാം അധ്യായം നമ്മൾ ഇതൊക്കെ കാണാം. അങ്ങനെ യേശു കർത്താവിന്റെ കൂടെ നിന്ന് ശിഷ്യന്മാർ വിശന്നപ്പോൾ കുറച്ച് കതിർ പറിച്ചു തിന്നെ. അവിടെ പരീക്ഷന്മാർ വന്നിട്ട് അതിനെ ഹാലേലിയ കുറ്റപ്പെടുത്തുന്നൊക്കെയാണ് നമ്മൾ കാണും. പക്ഷെ കുറ്റപ്പെടുത്തുമ്പോൾ യേശു കർത്താവ് അവർക്ക് വേണ്ടി വാദിക്കും നമ്മൾ കാണുന്നുണ്ട്. ഹാലേലിയ. കാരണം അപ്പൊ നമ്മൾ യേശുവിനോട് കീഴെ ചേർന്ന് യേശു പറയുന്നതൊക്കെ കേട്ട്, യേശുവിന്റെ ആജ്ഞകളൊക്കെ കേട്ട്, കൽപ്പനകളൊക്കെ പ്രമാണിച്ച് നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് കർത്താവായിരിക്കും. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചാൽ, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യം നമ്മളെ ഹാലേലിയ എതിരായിട്ട് വന്നാൽ, ഇതിനൊക്കെ നമ്മൾ പകരം ചോദിക്കേണ്ട, നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ഉടയവനുണ്ട്. നമ്മൾ അനാഥരല്ല എന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തെളിയിച്ചു കൊടുക്കും.
ഹല്ലേലൂയ. അപ്പൊ ആ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ നമ്മൾ ആ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറി ചെല്ലുന്ന ദൈവം പറയുമ്പോൾ കേട്ടനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ച് നടക്കുന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. സംസാരിക്കേണ്ടവരോട്. ആമേൻ. അപ്പൊ ആ അവിടെ നമ്മൾ കാണുന്ന ആണ് 12 നമ്മൾ വായിച്ച നമുക്ക് അറിയാലോ. അവിടെ പറയുന്നത് ആ കാലത്ത് 12:1 വായിക്കോ സിസ്റ്ററെ. അക്കാലത്ത് യേശു ശബ്ബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. പരീശന്മാർ അത് കണ്ടിട്ട്, ഇതാ ശബ്ബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നുവെന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത്? അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്നുവാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആമേൻ. മതി ഹല്ലേലൂയ. അപ്പൊ ശിഷ്യന്മാരാണ് കതിര് പറിച്ച് തിന്നത്. ശിഷ്യന്മാർ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവര് പരീക്ഷന്മാർ അടുത്ത് വന്നപ്പോൾ യേശു കർത്താവ് ദാവീദിന്റെ കാലത്ത് ദാവീദ് അപ്പൊ ആലയത്തിലേക്ക് ചെന്ന സമയത്ത് വിശന്നപ്പോൾ കാഴ്ചയപ്പം ഭക്ഷിച്ച കാര്യത്തെക്കുറിച്ച് വന്നിട്ട് പറയുന്നുണ്ട്. അത് പുരോഹിതനെ അവരെയൊക്കെ കാട്ടി വലുതാണെന്നൊക്കെ. പക്ഷേ ഇതെല്ലാം അവിടെ നമ്മൾ കാണുന്ന ശിഷ്യന്മാർക്ക് ഒരു പ്രശ്നം വന്നല്ല. ശിഷ്യന്മാരെ കുറ്റപ്പെടുത്താൻ വന്നപ്പോഴത്തേന് ശിഷ്യന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കർത്താവ് നമ്മൾ കാണുന്നുണ്ട്. നമ്മളും ഇതുപോലെ തന്നെ കർത്താവ് പലപ്പോഴും നമ്മളെ പലരും അപമാനിക്കുകയും നിന്ദിപ്പിക്കുകയും കളിയാക്കിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നതാണ് ദൈവം. കർത്താവേ, നീ ഇത് കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? നമ്മൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് നമ്മളെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് വേണ്ടി അവിടെ എല്ലാം യേശു കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 23-ാം വാക്യം ഒന്ന് വായിക്കും സിസ്റ്റർ. 21 തുടങ്ങി 23 വായിക്കും. 15-21. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് പോയി. ആ ദേശത്തു നിന്നൊരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്ക് വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അവിടെ കനാന്യ സ്ത്രീ വന്ന് യേശു കർത്താവിന്റെ മകൾക്ക് ഭൂതോപദ്രവം നിലവിളിക്കുന്ന സമയത്ത് യേശു കർത്താവ് മിണ്ടാതിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുക്ക വന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പം പ്രശ്നങ്ങളൊക്കെ കാണുമ്പം ആമീൻ നമുക്ക് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റാത്തതായിരിക്കും. പക്ഷേ നമുക്ക് കർത്താവിനോട് ചെന്നിട്ട് റെക്കമെൻഡ് ചെയ്യാം. കർത്താവേ ഒന്ന് സഹായം, അല്ലെങ്കിൽ അവരോട് കാരണത്തോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രവർത്തിക്കണേ എന്ന് പറയാൻ പറ്റും. അതിനുള്ള സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ട് ശിഷ്യന്മാർ അടുക്കൽ. അപ്പൊ ശിഷ്യന്മാർക്കാണ് അടുക്കൽ ചെല്ലാൻ പറ്റും. കർത്താവിനോട് ചെന്ന് ചില കാര്യങ്ങൾ പറയണ്ട, അടുക്കൽ ചെന്ന് കാര്യം പറയണേ അതിന് ശിഷ്യന്മാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. മറ്റുള്ളവർ വന്നിട്ട് ഗ്യാപ്പിട്ടാ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ശിഷ്യന്മാരാണ് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാം. അങ്ങനെ അടുക്കലേക്ക് ചെല്ലുന്ന ശിഷ്യന്മാരെ കർത്താവ് ചില സമയത്ത് ഉപദേശിക്കാറൊക്കെ ഉണ്ട്. 16-ാം അധ്യായത്തിന് 5-ാം വാക്യം പറയുമ്പോഴത്തേന് 6-ാം വാക്യം പറയുമ്പോഴത്തേന് യേശു അവരോട് പറഞ്ഞു, നോക്കി പരീക്ഷന്മാരെ സദൂക്യരും പുളിച്ചമാവ് സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ ചില മുന്നറിയിപ്പുകളൊക്കെ ദൈവം നമുക്ക് തരും. അടുക്കൽ ചെന്നാൽ, കർത്താവിന്റെ കൂടെ ചേർന്ന് നടന്നാൽ, നമ്മൾ ചിലയിടത്തേക്കൊക്കെ പോകുമ്പോൾ കർത്താവ് നമ്മൾ പരിശുദ്ധാത്മ നമ്മൾ ചിലയിടത്തേക്ക് പോകുന്ന സമയത്ത് പരിശുദ്ധാത്മ നമുക്ക് ചില വാണിംഗ് തരും അല്ലേ. അവിടെ ചെല്ലുമ്പോൾ എന്ത് പറയണം, അല്ലെങ്കിൽ മിണ്ടരുത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എങ്ങനെ പെരുമാറണം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരും. ചില ആൾക്കാരോട് സംസാരിക്കാൻ തന്നെ ചില കാര്യങ്ങൾ പറയരുത്, ഇതിപ്പോൾ പറയരുത് എന്നൊക്കെ പരിശുദ്ധ നമ്മളെ ഓർമ്മപ്പെടുത്തും. നമ്മളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ പറയാ, ആരോട് എന്താ പറയണ്ടല്ലോ, എന്ത് പറയാം, എല്ലാം കൂടെ അഴിച്ച് ഇട്ട് കൊടുക്കും. അപ്പൊ ചില സ്ഥലങ്ങളിലാകുമ്പോൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ നമുക്ക് വാണിംഗ് തരും. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കരുത്, ഇന്നതുപോലെ പെരുമാറണം, ഇന്നതേ പറയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാറുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് അവിടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കായിട്ടുള്ള പ്രിവിലേജ് ഇതൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മള് ഇവിടെ യേശു കർത്താവിനെ കുറിച്ച് അവിടെ ഉള്ള ആൾക്കാരൊക്കെ പലതും പറയുന്നുണ്ട് എന്ന് മനസ്സിലായി. അതിന്റെ 16-13 തുടങ്ങി വായിക്കാം സിസ്റ്റർ. 6:13. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ രമ്യാവോ പ്രവാചകനാൽ ഒരുത്തനോ എന്നും പറയുന്നുവെന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്,
നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നുവെന്ന് ആരോട് പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. അപ്പൊ അവിടെ യേശു കർത്താവിനെ കുറിച്ച് പരക്കെ ഓരോരുത്തർ ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പൊ യേശു കർത്താവ് വന്നിട്ട് ചോദിക്കുക, അവിടെ നിന്നിട്ട് മനുഷ്യപുത്രനെ ഹാലയിലെ ശിഷ്യന്മാരുടെ കർത്താവ് ആരുടെ സംശയം ചോദിക്കുന്നത്? ശിഷ്യന്മാരോട് വന്നിട്ട് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ഹാലയിലൂയ. അതും പബ്ലിക്കലി ജനങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ എന്നെ ആരെന്നാ പറയുന്നത് ചോദിച്ചില്ല. പക്ഷെ ശിഷ്യന്മാരോട് ചോദിച്ചു. നിങ്ങളുടെ ശിഷ്യന്മാർ ഇവർ പറയുന്നതൊക്കെ കേൾക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവർ അടുത്തേക്ക് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് ജനങ്ങൾ എന്താ പറയുന്നത് എന്ന്. ഹാലയില്. അപ്പൊ അവര് പറയാണ്, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, ചിലർ യോഹന്നാൻ എന്ന് പറയും, ചിലർ യിരെമ്യാവ് എന്നും പ്രവാചകൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഹാലെ. അപ്പൊ കർത്താവ് പറയാം, നിക്ക് അവിടെ നിൽക്കുക, അതൊക്കെ നിൽക്കട്ടെ, അവരെന്തൊക്കെ വേണമെങ്കിലും പറയും, പക്ഷെ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അതാണ് ഇമ്പോർട്ടന്റ്. ഹാലെ. നമ്മൾ കർത്താവിനെ ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിൽ നമ്മൾ കർത്താവിനെ ആരെന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് കർത്താവ് ആരാണ്? കർത്താവ് ഇന്നും ചോദിക്കും, ഇന്നും കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള കർത്താവിന്. നമുക്ക് കർത്താവ് ആരാണ്? യേശു ഒരു സൗഖ്യദായകനാണോ? യേശു ഹാലേലുയ ആമേൻ ഹാലേലുയ നമ്മുടെ രക്ഷിതാവ് മാത്രമാണോ? ഹാലെ. നമുക്ക് എന്താ പറയാ, നമ്മുടെ അപ്പനാണോ? ഹാലെ. എന്തായിട്ടും നമ്മൾ കർത്താവിനെ കാണുന്നത്? എന്ത് കർത്താവ് ചോദിച്ചത്? നമുക്ക് എല്ലാവർക്കും ഒരു ആൻസർ ഉണ്ടായിരിക്കണം. ഹാലെ. കർത്താവ് നമുക്ക് ആരാണെന്ന്. ഹാലേലൂയ. ചിലർ പറയും, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ രക്ഷിതാവാണ്, നമ്മുടെ സൗഖ്യദായകനാണ്, നമുക്ക് ഹാലേലു എന്താണ് എന്ന് ചോദിക്കുക. അപ്പൊ ഇവിടെ അവിടെ പത്രോസ് മാത്രം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഗമാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഹാലേലിയ. ആരാണ് കർത്താവ് എന്ന്? ഹാലേലിയ. പത്രോസ് കൃത്യമായി ആൻസർ ചെയ്യണം. ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ, അല്ലെ ക്രിസ്തു, അല്ലെ വരാനിരിക്കുന്ന മെഷിഹ, ഇങ്ങനൊന്നുമല്ല. ഹാലേ പത്രോസ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഹാലേലിയ. അപ്പൊ നമ്മുടെ ദൈവം ജീവനുള്ള അത് കേട്ട ഉടനെയാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുന്നത്. അപ്പൊ നമ്മൾ കർത്താവിനെ, ദൈവത്തെക്കുറിച്ച് ശരിയായ രീതി നമ്മൾ വെളിപ്പെടണം. നമുക്ക് മനസ്സിലാകണമെങ്കിൽ കർത്താവ് ആരാണെന്ന് നമുക്കത് ശരിക്കും തിരിച്ചറിയണം. നമുക്ക് ദൈവം വെളിപ്പെടുത്തണം. ഹാലെ. അതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് വെളിപ്പെടും. അപ്പൊ നമ്മൾ ആ വചനം വായിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ദൈവത്തെക്കുറിച്ച് ഹാലയില്ല. അതുകൊണ്ട് പത്രോസ് എഴുതിയിട്ടുണ്ട്. ഹാലെ. തന്നെ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മെ വിളിച്ചവന്റെ ഹാലില്ല. അപ്പൊ നമുക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ഉണ്ടായി, എന്നാലേ വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. തന്നെക്കുറിച്ച് അത് പത്രോസിന്റെ ലേഖനം ഇങ്ങനെ ഒന്ന് എടുത്തോട്ടെ. ബാക്കി അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. ഏതാ പറഞ്ഞേ? പീറ്റർ. രണ്ട് പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ദൈവത്തിൽ നമ്മുടെ കർത്താവ് യേശു പരിജ്ഞാനത്തിൽ നിങ്ങൾ കൃപയും സമാധാനം, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് തരാം. അപ്പൊ തന്റെ മഹത്വത്താലും വീര്യത്താലും തന്നെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, അല്ലെ, നമ്മളെ വിളിച്ച ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം നൽകിയിരിക്കുന്നു. അപ്പൊ നമ്മളെ വിളിച്ചവനെ കുറിച്ച് നമുക്കൊരു പരിജ്ഞാനം ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവനും ഭക്തിക്കും എല്ലാം ഉള്ളതെല്ലാം ദാനം ചെയ്തിരിക്കുന്നു നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ പത്രോസ് ഇത് പറയാൻ കാരണം, പത്രോസിന് ദൈവം ആരാണെന്ന് വെളിപ്പെട്ട് കിട്ടി. ഹല്ലേലൂയ. ആ വെളിപ്പെട്ട് കിട്ടിയ വെളിപ്പാടിലാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയാൻ കാര്യം. അതുപോലെ അപ്പൊ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ദൈവം നമുക്ക് ദാനം നൽകിയിരിക്കുക. പത്രോസ് പറയാൻ ഒന്നുകൂടെ ഹല്ലേലൂയ ഉറപ്പുണ്ട്. കാരണം പത്രോസ് ആ സമയത്ത് ഒരു ആവശ്യം വന്നു, എന്താ? ടാക്സ് കൊടുക്കണം. കർത്താവ് യേശു ക്രിസ്തു, നീ ചൂണ്ടയെടുക്ക്, പോവുക,
ചൂണ്ടയിടുക, കിട്ടുന്ന മത്സ്യത്തിന്റെ വായിൽ ഇതുകൊണ്ട് എടുക്കാന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 പ്രാവശ്യം ഹല്ലേലൂയ പത്രോസിന് ഹല്ലേലൂയ പത്രോസ് പഠിച്ച വർഷങ്ങളായി ചെയ്തു വന്ന എക്സ്പീരിയൻസ്ഡ് ആ ജോലി ഹല്ലേലൂയ കടലിൽ പോയി മീൻ പിടിക്കുക എന്നുള്ളതാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാതെ വരുന്നത്, ഒന്നും ഹല്ലേലൂയ ഒരു പേരിന് പോലും ഹല്ലേലൂയ ഒരെണ്ണം പോലും കിട്ടാതെ വന്ന സമയത്തും പടകിനെ നിറച്ചു കൊടുത്തൊരു കർത്താവ് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പത്രോസിനറിയാം തന്നെ വിളിച്ചവനെ കുറിച്ച്, വിളിച്ചവന്റെ പരിജ്ഞാനം, അപ്പൊ നമ്മളെ വിളിച്ച ദൈവത്തിന്റെ പരിജ്ഞാനത്തെ നമ്മൾ ദൈവത്തിൽ നിന്ന് അറിയണം. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിച്ച് പറയുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. പത്രോസിന്റെ കയ്യില് പടകൊണ്ട്, വലയുണ്ട്. പത്രോസ് കടലിലാണ് നിൽക്കുന്നത്. എന്നിട്ടും പത്രോസിന്റെ പടകിനകത്ത് ഒരു മീൻ പോലുമില്ല. പക്ഷെ കരയ്ക്ക് വന്ന യേശുക്രിസ്തുവിന്റെ പടകുമില്ല, വലയുമില്ല. യേശു നിൽക്കുന്ന കരയിലായിട്ടും യേശു കർത്താവിന്റെ കയ്യിൽ മീനുണ്ടായിരുന്നു. യേശു കർത്താവ് മീൻ എന്താ പറയാ കനലിൽ ചുട്ടെടുത്ത് വെച്ചേക്കാണ് കൊടുക്കാനായിട്ട്. അപ്പൊ യേശു കർത്താവിന്റെ കയ്യിലാണോ മീൻ കാണേണ്ടത്? അല്ലല്ലോ, പത്രോസിന്റെ കയ്യിൽ എന്തായാലും മീൻ കാണേണ്ടത് ചോദിക്കും. അപ്പൊ പത്രോസ് വടകും വലയും, നമുക്ക് ചില സമയം പടകും വലയും കടലിലും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു മത്സ്യത്തെ പോലും പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ കരയ്ക്ക് നിന്നുകൊണ്ട് നമ്മുടെ പടകിനെ നിറയ്ക്കാൻ പറ്റും. അപ്പൊ അത് പത്രോസ് 2 പ്രാവശ്യം മനസ്സിലായപ്പോൾ പത്രോസ് പറഞ്ഞു ഹല്ലേലൂയ. ആ ജീവിതത്തിൽ നിന്ന് മനസ്സിലായപ്പോൾ തന്നെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അപ്പൊ അങ്ങനെ ആ പരിജ്ഞാനത്തെ നമ്മൾ തിരിച്ചറിയാം. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ ദൈവം തന്നിട്ടുണ്ട്, ദാനം നൽകിയിട്ട്. പക്ഷെ ആ വിളിച്ചവനെ കുറിച്ച് നമുക്കൊരു പരിജ്ഞാനം. ഇവിടെ പത്രോസ് അതുപോലെ ദൈവത്തിനെ കുറിച്ചുള്ള അപ്പൊ പിതാവ് വെളിപ്പെടുത്തി ആ വെളിപ്പാട് പറയുന്ന സമയത്താണ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യേശു കർത്താവ് പറഞ്ഞ പത്രോസെ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാളഗോപുരം അതിനെ ജയിക്കുകയില്ല എന്ന കർത്താവ്. നീ പത്രോസാകുന്നു. കത്തോലിക്കര് പഠിപ്പിക്കുന്ന കണക്ക് നിന്റെ പാറമേലല്ല സഭയെ പണിയുന്നത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ എന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തു എന്ന പാറമേലാണ് സഭ പണിയുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ഞാനൊക്കെ ഇത്ര നാൾ വരെ ഈ വിശ്വാസപരമായി ഞാനും പഠിച്ചു വെച്ച ബാക്കി അങ്ങനെയാണ്. നീ പത്രോസേ, നീ പാറയാകുന്നു, നിന്റെ പാറമേൽ ഞാൻ സഭയെ പണിയെന്ന കേട്ടത്. പക്ഷേ അങ്ങനെയല്ല കർത്താവിയുടെ വചനം കൃത്യമായിട്ട് എഴുതിയിട്ട്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ, പത്രോസ് എന്ന പാറമേലല്ല, ക്രിസ്തു എന്ന പാറമേൽ എന്റെ സഭയെ പണി, അതായത് പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് സ്വർഗരാജ്യത്തെ താക്കോൽ പത്രോസിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആ സ്വർഗരാജ്യത്തിന്റെ താക്കോലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭൂമിയിൽ എന്തെങ്കിലും കെട്ടിയ സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അഴിച്ച സ്വർഗത്തില്. അപ്പൊ ശരിക്കുള്ള തുറക്കലും അഴിക്കലും ഒക്കെ അവിടെ സ്വർഗത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ ഭൂമി വിചാരിക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മളെ ആരെയും കെട്ടാനൊന്നും അല്ല ശരിക്കും ദൈവം വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ അഴിക്കാനാണ് വിളിച്ചേക്കുന്നത്. അഴിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. കെട്ടുന്നത് ആരും മനുഷ്യരൊന്നും കയറി നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ട് അസുഖം മൂത്തിട്ടൊന്നും അല്ലെങ്കിൽ അവൻ അനുഭവിക്കട്ടെ, അവന്റെ നന്മകളെ കെട്ടിപ്പങ്ങിയൊന്നും ആരും പ്രാർത്ഥിച്ചേക്കരുത് കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് കെട്ടാനായിട്ട് അധികം നിന്നേക്കുന്ന അന്ധകാര മണ്ഡലങ്ങളും പൈശാചിക ശക്തികളെയൊക്കെ മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ കെട്ടാൻ, അവന്റെ നന്മകളെ കെട്ടാനൊന്നും നമുക്ക് ദൈവം അധികാരം തന്നിട്ടില്ല. അതുകൊണ്ട് പരിജ്ഞാനമില്ല അങ്ങനെ ചെയ്തേക്കൽ പലരും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല ദൈവദാസന്മാർ എന്ന് പറയുന്നവർ പോലും പലരെയും കിട്ടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആരും ചെയ്യരുത്. പരിജ്ഞാനം ഇല്ലാതെ ആരും ചെയ്യരുത്. ദൈവം പഠിപ്പിക്കാത്തതൊന്നും നമ്മളായിട്ട് പുതിയതൊന്നും വചനത്തിൽ എഴുതി ചേർക്കാനായിട്ട് പഠിക്കാനായിട്ടൊന്നും ഇടയാക്കരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം അടുത്ത വീണ്ടും ശിഷ്യന്മാർ അടുക്കിലേക്ക് വരും. എന്തിനാ? കൂടെ നടക്കുന്നുണ്ടൊക്കെയാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഇവര് അടുക്കിലേക്ക് വരും. കർത്താവേശുസ് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ, കർത്താവേശുസ് എവിടെയെങ്കിലും മലയിലൊക്കെ കയറുമ്പോഴൊക്കെ അടുക്കിലേക്ക് വരുമ്പോഴൊക്കെ ചില കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ട് യേശു കർത്താവ് അടുക്കിലേക്ക് വിളിക്കും. 18-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിച്ച യേശു കർത്താവിന്റെ അടുക്കിലേക്ക് ശിഷ്യൻ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം കൊണ്ടൊന്ന് വായിച്ചു സിസ്റ്റർ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാർന്ന് ചോദിച്ചു. മതി. അവനൊരു ശിഷ്യ മതി. ഹല്ലേലൂയ. അപ്പം ഇത് വന്ന് ചോദിക്കുന്നതിന് മുമ്പ് പത്രോസിനോട് ഒരു അത്ഭുതം നടക്കുമ്പോൾ കാണുന്നുണ്ട്. പത്രോസിന് പോയി ചൂണ്ടയിട്ട് ഒരു മത്സ്യത്തെ പിടിച്ച് അതിനകത്തുനിന്ന് പണമൊക്കെ കിട്ടി ടാക്സ് കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ അവരിടയിൽ ഹല്ലേലൂയ ഒരു ചെറിയ വിഷയമൊക്കെ എല്ലാവർക്കും ഒരു തർക്കം. അപ്പൊ അടുക്ക വന്നിട്ട് ഹല്ലേലൂയ ശേഷം അടുക്ക വന്ന് അവരുടെ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയ ആരെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിലേക്ക് പോയതിനെ കുറിച്ചല്ല അവർ ചിന്തിച്ചത്. അവരിപ്പോ ആയിരിക്കും ദൈവരാജ്യത്തെ കുറിച്ച് എന്നോട് പറയുന്നത്. അപ്പൊ കർത്താവിന്റെ കൂടാണ് ശിഷ്യന്മാരുടെ ഇടയിൽ ഇവർ ആരാന്ന് വലുതെന്ന് അറിയണവർക്ക് അതേ ഉള്ളൂ. ഹല്ലേലൂയ. അവിടെ വന്നിട്ട് ചോദിക്കണം. അപ്പൊ കർത്താവേ യേശുക്രിസ്തു പറയുന്ന മറുപടി ഒരു ശിഷ്യനെ പിടിച്ച് കാണിച്ചിട്ട് ഇതിനെ ഇതാണ് ഏറ്റവും വലുതെന്ന രീതിയിൽ അവിടെ സംസാരിക്കും. പക്ഷേ അവിടെ വന്നപ്പോൾ ഒരു ചെറിയ ഒരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടായിക്കാണ്. പത്രോസ് പറഞ്ഞാണ് സ്വർഗരാജ്യത്തെ താക്കോലൊക്കെ എൻ്റെ കയ്യിലാണല്ലോ തന്നേക്കുന്നത്, ഞാനാണ് ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരപ്പോൾ വിട്ടുകൊടുക്കാൻ വലിയ റെഡിയൊന്നും ആയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ കാണുന്ന ശിഷ്യന്മാരുടെ ഏറ്റവും പ്രായം കുറവ് യോഹന്നാനാന്ന് പറഞ്ഞു കേൾക്കുന്നത്. അല്ലല്ലേ? അപ്പൊ യോഹന്നാനായിരിക്കും ചിലപ്പോൾ കൂടെ നടന്നെപ്പോഴും ചേർന്ന് നിൽക്കണം. പറഞ്ഞാൽ എന്നോട് ഭയങ്കര സ്നേഹം, എന്നെയാണ് എപ്പോഴും
കൂടെ ചേർത്ത് നിർത്തിയേക്കുന്നത്, അതുകൊണ്ട് ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തർക്കമൊക്കെ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. കർത്താവിനൊരു കാര്യം ഞാൻ പറയാം, കർത്താവിന് നമ്മളെല്ലാവരും ഒരുപോലെയാണ്. ഒരാളോടും കർത്താവിന് ഇപ്പൊ ഇവിടെ ലോക പ്രശസ്തനായ ഏറ്റവും കൂടുതൽ വലിയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ആരെ അഭിഷിക്തനെ എടുത്ത് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ദൈവദാസനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ ചോദിച്ചിട്ടും അപ്പൊ എന്നെ കാണിച്ചിട്ടും ചോദിച്ചു, കർത്താവ് ഇതിൽ ആരാ കർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കർത്താവ് എനിക്ക് രണ്ടുപേരും ഒരുപോലെ, രണ്ടുപേരും എൻ്റെ രക്തത്തിന്റെ വിലയാണ്, രണ്ടുപേരും ഞാൻ ഒരുപോലെ ഹാലയില്ല സ്നേഹിക്കുന്ന. കാരണം അല്ല, ദൈവത്തിന് അങ്ങനെ പശ്ചാത്തലമൊന്നുമില്ല. നമുക്കാകട്ടെ ചിലരോടൊക്കെ ചിലപ്പം 10 മക്കളുണ്ടെങ്കിൽ തന്നെ ചില ആൾക്കാർക്ക് നമ്മളൊക്കെ ഇപ്പോഴൊക്കെ ഒന്നൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തന്നെ ഉണ്ടൊക്കെ ഉള്ളതുകൊണ്ട്. പണ്ടൊക്കെ കുറെ മക്കളൊക്കെ ഉള്ളപ്പം ഇപ്പൊ എല്ലാവരും ഒന്ന് നോക്കിയിരുന്നിട്ട്, ഇപ്പൊ ചോറൊക്കെ വിളമ്പുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ ആരുടെങ്കിലും വലിയ സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കഷ്ണത്തൊക്കെ കൊടുക്കുന്നതൊക്കെ നോക്കുന്നു, എത്തി നോക്കുന്ന സ്വഭാവം. കാരണം വെച്ചാൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പശ്ചാത്തലമൊക്കെ. അല്ല, അമ്മമാർക്കൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ല, ഞാനിങ്ങനെ എൻ്റെ വീട്ടിലെ മതി മക്കളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ അമ്മാമ്മൻ്റെ വീട്ടിലൊക്കെ അവർക്ക് 6 മക്കളൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടാമത്തിന് എപ്പോഴും ഒരു മൂത്താളുടെ സ്നേഹങ്ങൾ എന്ന് വെച്ചാൽ മൂത്താക്ക് ഏറ്റവും നല്ല മീനൊക്കെ കൊടുക്കുന്ന പോലെ അടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. കാലയില് അപ്പൊ ഇത് പലയിടത്തും നമ്മൾ കാണാറുണ്ട്. കാലയില് അപ്പം ആ മക്കൾക്ക് നല്ലത് കൊടുക്കുക, പെൺമക്കൾക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ അങ്ങനെ അമ്മമാരൊക്കെ ചില പശ്ചാഭേദങ്ങളൊക്കെ ആണ്. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിന് അങ്ങനെ പശ്ചാഭേദം ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. എല്ലാവരെയും സ്നേഹിച്ച് ഒരുപോലെയാണ്. അതുകൊണ്ട് കർത്താവ് അവിടെ ആ പ്രശ്നത്തെ അങ്ങനെ സോൾവ് ആക്കുക. പിന്നെ വീണ്ടും യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഹാലയില അമ്മയും ഇവിടെ അമ്മയും പിടിച്ചോണ്ട് വരുന്നുണ്ട്. അതൊന്നും നമ്മൾ ആ ഭാഗത്തോട്ട് ശബരിപുത്രന്മാരുടെ അമ്മ വന്നിട്ട് അടുത്ത മരത്തിൽ ഇരുത്തണം എന്നൊക്കെ പറയാത്തായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ സഹിക്കാൻ പറ്റുമെങ്കിലേ പറ്റത്തുള്ളൂ, ഞാൻ കുടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞവർ പറഞ്ഞു. അടുത്ത ഈ 19-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരുടെ ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹാലേലിയ. അപ്പൊ യേശു അതും തന്റെ ശിഷ്യന്മാരോട് പറയുന്ന കർത്താവ്. ഹാലേലിയ. കർത്താവ് അപ്പൊ ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസം എന്ന് പറയാൻ കാര്യം ഇവിടെ ധനമുള്ള ഈ ഭാഗമാണ് പണ്ട് എന്നെ ഭയങ്കര ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടൊരു എനിക്കൊന്നൊരു IPC തന്നൊരു പാസ്റ്റർ പ്രസംഗിക്കുന്ന സമയത്ത് കേട്ടിരുന്നപ്പോഴത്തേന് ഹാലേലൂയ, എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ അവസാനം കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പണമുള്ളവരും സ്വർഗത്തിൽ പോകത്തില്ലെന്നാണ് ആ പ്രസംഗത്തിന്റെ ഒരു കണ്ടന്റ് എന്നൊരു മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. ഹാലേലൂയ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് വചനത്തെക്കുറിച്ച് ആദ്യമായിട്ടല്ല, ഞാൻ സാധാരണ എപ്പോഴും പറയും ഞാൻ നോട്ട്സ് എഴുതിക്കാൻ തിരിച്ചു വന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? വീട്ടിൽ വന്നിരുന്നിട്ട് ഈ വചന നോട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ കൺഫ്യൂഷനായി. കർത്താവേ, അപ്പം കാശുള്ളവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ലേ? അപ്പൊ ധനവാൻ സ്വർഗത്തിൽ പോകത്തില്ലെന്നാണല്ലോ പറഞ്ഞത്. ലാസർ കുഷ്ഠരോഗി മരിച്ചപ്പോൾ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പോയി, ധനവാൻ യാതന സ്ഥലത്തേക്ക് പോയി എന്നുള്ള ഉപമയൊക്കെ എടുത്ത് പറഞ്ഞു ധനവാൻ. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവിനറിഞ്ഞ് അതിനുള്ള മറുപടി അതിനകത്ത് തന്നെയുണ്ട്, വചനത്തിൽ തന്നെയുണ്ട്, നീ വായിച്ചോണ്ടാ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു, കർത്താവ് എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ വായിക്കും. ചില സമയത്തൊക്കെ ദൈവം എന്നെ കൊണ്ട് അങ്ങനെ 2-3 പ്രാവശ്യം വചനം വായിപ്പിക്കും. ഞാൻ പറയും എനിക്ക് മനസ്സിലായില്ല. 3 പ്രാവശ്യം വായിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, ആമേൻ, ലാസർ മരിച്ചിട്ട് ആമേൻ അവിടെ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന കാണുന്നു. ഹല്ലേലൂയ. അബ്രഹാം പിതാവ് എന്ന് വെച്ചാൽ വേദപുസ്തകത്തിൽ ദൈവം അനുഗ്രഹിച്ചിട്ട് മഹാസമ്പന്നനായി എഴുതിയേക്കുന്ന അബ്രഹാമിനെ കുറിച്ച്, ഇസഹാക്കിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ചൊക്കെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ആ മഹാസമ്പന്ന എന്ന വാക്ക് ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമ്പന്നത നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സമ്പന്നതയാണ്. പുസ്തകത്തിൽ മഹാസ്നേഹം, മഹാസമ്പന്നത, അങ്ങനെ ഓരോ എന്തെങ്കിലും അങ്ങനെയുള്ള വാക്കുകൾ ചേർത്ത് എഴുതിയേക്കുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറം. അത് നമ്മളിപ്പോ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ പണക്കാരൻ ആരാന്ന് വെച്ചാൽ മുകേഷ് അംബാനിയാന്ന് പറയും അല്ലേ? അല്ലേ, മുകേഷ് അംബാനിയാണോ? ആണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, അതൊക്കെ ആട്ടെ. അപ്പൊ അയാളെ കുറിച്ച് അല്ല, നമ്മുടെ കേരളത്തിൽ ആരാണ്? യൂസഫ് അലിയാണ്. യൂസഫ് അലിയുടെ ഒക്കെ കോടി 85,000 കോടി അത്രയൊക്കെ കോടിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കാണാറുണ്ട്. ഹാലേലിയ. അപ്പൊ നമ്മൾ അയ്യോ ആ സമ്പന്നത തന്നെ എന്തോരം സമ്പത്തായിരിക്കും എന്നാണ് നമ്മൾ ചെയ്തത്. പക്ഷേ വേദപുസ്തകത്തിൽ ഒരാൾ മഹാസമ്പന്നം നടത്തിയാൽ നമുക്ക് അത് കൗണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഇവരുടെയൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ വർഷവും ഇത്ര കോടിയാണ് ഇവരുടെ ആസ്തി, അല്ല ഇത്ര ബില്യനാണ് ഇവരുടെ ആസ്തി എന്നൊക്കെ പറയുന്നത്. പക്ഷേ മഹാസമ്പന്ന വേദപുസ്തകം പറഞ്ഞേക്കുന്നത് അവരുടെ സമ്പത്താകട്ടെ, അവരുടെ വസ്തുവകകളാകട്ടെ, അവരുടെ ആടുമാടുകളാകട്ടെ, അവരുടെ കന്നുകാലികളായിട്ട് ഇതിനൊന്നും ഹാലയിൽ നമുക്ക് കൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത്ര എന്ന് പറയാൻ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത സമ്പന്നതയാണ്. ഹാലേ. അപ്പൊ അങ്ങനെയായ അബ്രഹാം പിതാവ് മരിച്ചിട്ട് സ്വർഗത്തിൽ പോയിരിക്കുന്നു. അല്ലെങ്കിൽ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് ലാസറസ് വരത്തില്ലല്ലോ, നമ്മളെ കുഷ്ഠരോഗി. അപ്പൊ ആ അബ്രഹാം പിതാവ് അവിടെ പോയെങ്കിൽ ഈ ലോകത്ത് ഏത് സമ്പന്നനും സ്വർഗത്തിൽ പോകും. പക്ഷെ സമ്പത്തല്ല ഒരാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവന്റെ ജീവിത രീതിയാണ്. ഇപ്പൊ കാശൊന്നുമില്ല, ദരിദ്രനാന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ അവൻ ക്രമപ്പെട്ടിട്ടില്ലെങ്കിൽ, അവന്റെ ജീവിത രീതി നല്ലതല്ലെങ്കിൽ അവൻ അങ്ങോട്ട് പോകത്തില്ല.
അപ്പൊ സമ്പത്തല്ല സ്വർഗത്തിലേക്ക് കയറുന്നതിന്റെ മാനദണ്ഡം അവൻ മനുഷ്യന്റെ ജീവിത രീതിയാണ്. അവൻ എഴുതിയിട്ടുണ്ട്, ആ സമ്പന്നൻ ഹാലെ തിന്നും കുടിച്ചും മതിച്ചു പുളച്ചു ജീവിച്ചു എന്ന് തന്നെ എഴുതുക. അപ്പൊ അങ്ങനെ ജീവിക്കുന്നവരാരും ഹാലെ സ്വർഗത്തിലേക്ക് കിടക്കത്തില്ല. ഹാലേലിയ. അതാണ്. അപ്പൊ ഇവിടെ ആമേ ഹാലെ. അപ്പൊ ഇവിടെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചില ഉപദേശം, ശിഷ്യന്മാരുടെ എന്തുകൊണ്ടാണ് കർത്താവ് ഈ സമ്പന്ന ഈ ധനവാൻ സ്വർഗരാജ്യത്തിലേക്ക് കിടക്കുന്നതിനെ കുറിച്ച് സൂചിക്കുഴി കിടകൊട്ട നടക്കുന്ന പോലെ എന്നൊക്കെ പറയാൻ കാരണം വെച്ചാൽ ധനമോഹത്തിൽ പെട്ടുപോകരുതെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഈ കൊടുത്ത ഉപദേശമൊക്കെ തന്നെയാണ് ഞാൻ പറയാം അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിന്റെ കാൽക്കലേക്ക് ഹാലയിലെ സകല വസ്തുവകളൊക്കെ വിറ്റ് പൈസ ഒക്കെ കൊണ്ടുവച്ച് പത്രോസിന് അതൊന്നും കണ്ണു മഞ്ഞളിച്ചില്ല. കാരണം കർത്താവ് യേശുക്രിസ്തു ഉപദേശമാണ്. ഇന്ന് ഇതുപോലെ കർത്താവ് ഹലയിൽ ഓഡിയേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഹലയിൽ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ ഒരു ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ട് ഇവിടെ ഹലയിൽ. ഇത് പാസ്സായി പഠിച്ച് പാസ്സായി ടെസ്റ്റ് നടത്തി ഡ്രൈവിംഗ് ലൈസൻസ് വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങുന്നതിന് ഇവിടെ ഒരു ക്ലാസ് കൊടുക്കും. ഇവിടെ കൊടുക്കുന്ന ക്ലാസ്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലയിൽ അവിടെ കൊടുക്കുന്ന സമയത്ത് അവർ പറയും ലൈസൻസ് ഒക്കെ കിട്ടി, കാര്യമൊക്കെ ശരി, പക്ഷേ ഈ വണ്ടി നിങ്ങൾ ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റോഡ് കൂടുമ്പോൾ എങ്ങനെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, ഇത് വെച്ചിട്ട് അതുപോലെ ചെയ്തില്ല എന്തൊക്കെ സംഭവിക്കും, ഇതിന്റെ വരും വരായികളെല്ലാം അവർ പറഞ്ഞു കൊടുക്കും. കാരണം ശുശ്രൂഷയൊക്കെ കിട്ടി, നിങ്ങൾക്ക് അധികാരമൊക്കെ തന്ന്, നിങ്ങൾ കൽപ്പനകളൊക്കെ പ്രമാണിച്ച് എല്ലാമാണ്. പക്ഷേ നാളെ നിങ്ങൾ മുൻപോട്ട് പോകുമ്പം ഹാലേലൂയ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ സമ്പത്തൊക്കെ കടന്നു വരുന്ന കാണുമ്പോഴത്തേന് ഇതിനകത്തോട്ട് നിങ്ങൾ കുടുങ്ങി പോകരുത്. വളരെ വേണ്ടുന്നൊരു ഉപദേശ സിസ്റ്റം അത് ഈ കാലത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പലർക്കും സമ്പത്ത് എന്താ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിലല്ല നിങ്ങളുടെ സമ്പാദ്യം എവിടെയാണ്? നിങ്ങളുടെ ഹൃദയം അവിടെ ഇരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ സമ്പാദ്യം എവിടെയാണ്? അപ്പൊ നമ്മൾ നിങ്ങളുടെ സമ്പാദ്യം പുഴുവും തുരുമ്പും ഒക്കെ ആകുന്ന ഈ ലോകത്തിൽ നിങ്ങൾ സ്വർഗത്തിൽ സമ്പാദിക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ്. അപ്പൊ നമ്മൾ ഈ ഭൂമിയിലെ വസ്തുവകകളും മറ്റും മറിച്ചതൊക്കെ നോക്കി ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മുടെ ശുശ്രൂഷ മുൻപോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ സ്വർഗത്തിലെ സമ്പാദ്യത്തെക്കാട്ടി കൂടെ നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കുന്നത്. ഹാലേലിയ. അപ്പൊ നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കണം? സ്വർഗത്ത്. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇത് സമ്പത്തിനെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു നന്നായി പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ശിഷ്യന്മാർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ കൂടെ നടന്നത്. അടുത്ത 23-ാം വാക്യത്തിന് 1-ാം വാക്യം ഒന്ന് വായിക്കുമോ? 26 അത് മനുഷ്യർക്ക് സാധ്യമെങ്കിലും 23 അനന്തരം യേശു പുരുഷാരത്തോടും 23 മത്തായിയുടെ ശേഷം 23 സോറി. അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവീൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതാനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ഇവിടെ അനന്തരം യേശു പുരുഷന്മാരത്തോടും തന്റെ ശിഷ്യന്മാരുടെ രണ്ടുപേരോടും കൂടെ പറയുന്നത് ഒരു പബ്ലിക് സ്പീച്ചാണിത്. എന്താ പറയുന്നത്? ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. അപ്പൊ അവരിയ്ക്കുന്ന സ്ഥലം നിങ്ങൾ ബഹുമാനിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെ പ്രമാണിച്ച് ചെയ്യണം. അപ്പൊ നിങ്ങളോട് എന്തൊക്കെ പ്രമാണിക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾ പ്രമാണിച്ച് ചെയ്യണം. എന്നിട്ട് പറയുന്ന കാര്യം, അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ഹാലേലൂയ. അപ്പം ചിലരൊക്കെ അവരുടെ പൊസിഷൻ, അവരെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പൊസിഷനെ നമ്മൾ ബഹുമാനിക്കണം. അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം. പക്ഷെ അവരെ പോലെ നിങ്ങൾ ആകരുത്. നിങ്ങൾ പലപ്പോഴും ഇന്ന് പറ്റുന്ന കാര്യം വെച്ചാൽ ഇന്ന് യേശു കർത്താവിനെ ഫോളോ ചെയ്യേണ്ട സ്ഥാനത്ത് ഇന്ന് പലരും മറ്റു പലരെയും ഫോളോ ചെയ്യുക. അവരെങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, അവരുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരെങ്ങനെയാണ് പ്രസംഗിക്കുന്നത്, അവരെങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത്, അവരുടെ ഈവൻ അവരുടെ ഡ്രസ് കോഡ് പോലും അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന പലരും നമുക്ക് കാണാൻ പറ്റും. എവിടെയാ കർത്താവ്? ഹല്ലേലൂയ. ഇന്ന് പലർക്കും നിങ്ങൾ തെറ്റിപ്പോകരുത്. കാരണം വീണ്ടും വീണ്ടും കർത്താവ് ഇതെല്ലാം പറഞ്ഞ് സുവിശേഷങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, ഞാൻ മൊത്തം ഒന്നും വായിക്കാൻ പറ്റില്ല, ഞാൻ കുറച്ച് കാര്യം മാത്രം ഇങ്ങനെ നോട്ട് ചെയ്തപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തെ തോന്നി ഇതെന്താ കർത്താവ് യേശു ക്രിസ്തു ഇതെല്ലാം പറഞ്ഞ് ഹല്ലേലൂയ അവിടെ. എന്നിട്ട് അവസാനം യേശു കർത്താവ് 20
6-ാം വാക്യത്തിൽ ഹല്ലേലൂയ, യേശുക്കത്ത് 31-ാം വാക്യത്തിൽ യേശു അവരോട്, ഈ രാത്രി നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടരാതെ ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിൽ ആടുകൾ ചിതറിപ്പോന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ രാത്രിയായപ്പോ കർത്താവ്, നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറിപ്പോവും, അല്ലെ ഇപ്പൊ ഇടയൻ ഒറ്റയ്ക്കായി പോവും, അപ്പൊ നിങ്ങൾ എല്ലാം ചിതറിപ്പോവും എന്ന് കഴിഞ്ഞപ്പോൾ അതടുത്ത് 36-ാം വാക്യം, അനന്തരം യേശു അവരുമായി ഗെത്ശമനെ എന്ന തോട്ടത്തിലേക്ക് വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരും, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥിക്കാൻ പോയപ്പോഴും അവസാന കർത്താവിന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോഴും ശിഷ്യന്മാരോടൊപ്പം ഹല്ലേലൂയ, അപ്പോഴും അവരോട് പോകുന്ന പറയും, അവൻ നിങ്ങൾ ഇടറിപ്പോകുന്ന കർത്താവ്. അതുപോലെ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും അവരെ വിളിച്ചുകൊണ്ട് അവരോടൊപ്പം പോയി ഹല്ലേലൂയ, അവരെ ഒരു തിരുത്തിയിട്ട് കർത്താവ് കുറച്ചങ്ങോട്ട് മാറി എന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം കാണുന്നത് കർത്താവ് അവസാന നിമിഷം വരെ ഇവരെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്ന് ഒത്തിരി ഉപദേശങ്ങൾ കൊടുത്തു, ഒത്തിരി കൽപ്പനകൾ കൊടുത്തു, ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ടും ഹല്ലേലൂയ, പലപ്പോഴും അവർ ഇടറിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും വിട്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് കർത്താവിന് അവൻ പത്രോസിനോട് പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു, പ്രാഗി ആണയിട്ട് എന്നൊക്കെ എഴുതിയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ആ പത്രോസിനൊക്കെ തേടി ചെന്നൊരു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം എത്രത്തോളം വലുതാണെന്നും ദൈവത്തിന്റെ കരുതൽ എത്രത്തോളം വലുതാണ് നമ്മൾ ഇവിടുന്ന് വായിച്ച കുറച്ച് വാക്യങ്ങൾ മാത്രമേ നമ്മൾ വായിച്ചോളൂ നമുക്ക് മനസ്സിലാകും. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു നല്ല ശിഷ്യനായിരിക്കുക എന്നുള്ളത് ഇതിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ശിഷ്യന്മാരാണ്. വിശ്വാസികളായിട്ടൊന്നും ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. നമ്മളെല്ലാവരെയും ദൈവത്തിന്റെ ശിഷ്യന്മാരായി, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി സകലരെയും എന്റെ ശിഷ്യന്മാർ ആക്കിക്കൊള്ളുവീൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശിഷ്യന്മാരാണ്. ആ ശിഷ്യന്മാരാണെങ്കിൽ നമ്മൾ ഗുരുവിനോട് ചേർന്നിരിക്കണം, ഗുരുവിന്റെ അടുക്കിലേക്ക് കയറി ചെല്ലണം, ഗുരുവിനോട് ഹല്ലേലൂയ പലതും നമുക്ക് സംസാരിക്കാനും ഹല്ലേലൂയ അതിനൊക്കെ കഴിയും. പക്ഷെ ഗുരു പറയുന്ന ആജ്ഞാപിക്കുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം, കൽപ്പിക്കുന്നതൊക്കെ പ്രമാണിക്കണം. അങ്ങനെയാണെങ്കിൽ ചില അധികാരങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ അധികാരങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് കയറി മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, അതാ പറഞ്ഞ കനാന്യ സ്ത്രീ അവർക്ക് വേണ്ടിയിട്ട് ചെന്ന് റെക്കമെൻഡേഷൻ, അതാണ് നമ്മൾ ഇടിവിൽ നിൽക്കുക എന്നല്ല, പക്ഷപാതം ചെയ്യാനൊക്കെ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ട് അപ്പൊ നമുക്ക് അത്രത്തോളം കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നിട്ടില്ല. അപ്പം ദൈവത്തിന് കർത്താവിന് നമ്മൾ അതുപോലെ അറിഞ്ഞ് അതുപോലെ ചില ഉപദേശങ്ങളും തന്നിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം തന്നെ ധനത്തിന്റെ പിന്നാലെ നമ്മൾ പോകരുത്. ഹല്ലേലൂയ. കർത്താവിന് ഓരോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അത് കേൾക്കാനും അതനുസരിക്കാനും അതിനനുസരിച്ച് കർത്താവ് നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാനും എങ്ങനെയൊക്കെ നടക്കുന്നവർക്കാണ് ഇവിടെ കെട്ടിയ സ്വർഗത്തെ കെട്ടപ്പെടും, ഇവിടെ അഴിച്ച സ്വർഗത്തെ അഴിയപ്പെടുന്നൊക്കെ സ്വർഗരാജ്യത്തിന്റെ താക്കോലൊക്കെ കൃപകളും കൃപാവരങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് അധികാരം. ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ദൈവം എല്ലാവർക്കും വേണ്ടി തരും. പക്ഷേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ കേട്ട് അനുസരിച്ച് എപ്പോഴും ദൈവശബ്ദം കേട്ട് ദൈവത്തോട് ചേർന്ന്, ഏറ്റവും കൂടുതൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നമ്മൾ ദൈവത്തെ കേൾക്കണം, ദൈവത്തെ അറിയണം. കർത്താവ് യേശു ക്രിസ്തു ആരാണ് നന്നായിട്ട് അറിയണം. ഹല്ലേലൂയ. അത് അറിഞ്ഞ് തന്നെ വേണം നമ്മൾ കർത്താവ് ദൈവത്തോട് ചേർന്നിരിക്കാൻ. അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾ വിശ്വാസിയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് എന്ന് പറഞ്ഞിട്ട് അപ്പനും മക്കളൊന്നും ഒരു ബന്ധമില്ലാതെ അപ്പൻ വേറൊരു വഴി മക്കൾ വേറൊരു വഴിയിൽ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിനോട് ഏറ്റവും ഇമ്പോർട്ടന്റ് കർത്താവ് മലമുകളിലേക്ക് കയറിയാൽ നമ്മൾ കൂടെ കയറണം, പടകിലേക്ക് കയറി നമ്മൾ കൂടെ കയറണം. വിളഭൂമി കൂടെ നടന്ന കൂടെ നടക്കണം, മറ്റൊരിടത്തേക്ക് പോയി അങ്ങോട്ട് പോകണം. എവിടെ പോകുന്ന കർത്താവ് കൂടെ ചേർന്ന് നടക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്നത്. അപ്പൊ ശിഷ്യന്മാരുടെ ജീവിതം നോക്കിയിട്ട് നമുക്കൊന്നും കർത്താവ് നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്നും നമ്മൾ എത്രത്തോളം നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നോ നമ്മൾ കർത്താവിനോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്നും കൂടെ ദൈവത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. നമുക്ക് നല്ല ശിഷ്യന്മാരായി മാറാം. അതിനായി ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.